ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വേഷത്തിൽ വന്നിട്ടുള്ളത്. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിസ്കരിക്കുമ്പോൾ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ പൊതുവേ മാസ്ക് ഇട്ടിട്ടാണല്ലോ, അല്ലെങ്കിൽ മുഖം മറച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ നിസ്കാരം കഴിഞ്ഞ് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. നിസ്കാരപ്പായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്കൊരു തോന്നൽ വന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. അതായത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ മുൻപ് ഒരുപാട് തവണ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു ദിക്റുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പ്രയാസത്തിലൊക്കെ എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കി നമ്മൾ പല വഴിയും പോകുന്നുണ്ട്. പലരും രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. പിന്നെ എങ്ങനെ എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ ആണ് നമുക്ക് തുണ. നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നതും സ്നേഹം തരുന്നതും അവരൊക്കെ തന്നെ. അവരിനിപ്പോൾ എത്ര സപ്പോർട്ട് തന്നില്ലെങ്കിലും അവരാണ് നമ്മളെ എല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ കുടുംബങ്ങളുണ്ട്, എന്താ പറയുക, ഭർത്താക്കന്മാരെ ഇടിയൊക്കെ കൊണ്ടിട്ടും അവരെ സ്നേഹിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എല്ലാം സഹിച്ചിട്ട് പുറത്ത് പറയാതെ, അത് പുറത്ത് പറയാതെ മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് അധ്വാനിച്ചിട്ട് കുട്ടികൾ എന്നുള്ള ഒരു ചിന്തയും എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു ചിന്തയോടുകൂടെ അങ്ങനെ അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ എല്ലാം സഹിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുപോലെ വിധവകളായവരുണ്ട് ഒരുപാട്. അപ്പം അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്കൊക്കെ ദുനിയാവിൽ സഹിക്കുന്നതിനെല്ലാം കൂലി റബ്ബിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവും നാളെ. അതുകൂടാതെ നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ അയൽവാസികൾ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു വിധമൊക്കെ, ഒരു കാലൊക്കെ, അല്ലെങ്കിൽ ഒരു സമയം വരെ. അത് കഴിഞ്ഞാൽ അവരും അവരുടേതായിട്ടുള്ള പാട് നോക്കിപ്പോവും. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു മടുപ്പ് ചടുപ്പൊക്കെ വരും. അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടാണ്. അപ്പോഴൊക്കെ ഏത് സമയത്തും, ഏത് പാതിരാത്രിയിലും, ഏത് പച്ചപ്പകലിലും, എനി ടൈമും നമ്മളെ കൂടെ, നമ്മളെ സപ്പോർട്ടായിട്ട്, നമ്മളൊപ്പം ഉള്ള ഒരാൾ ആരാണെന്നറിയില്ലേ? നമ്മളെ പടച്ച റബ്ബാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആരോടും പറയാത്ത വേദന, ആര് കൈവിട്ടാലും നമ്മളെ കൈവിടാത്തതാണ് നമ്മളെ പടച്ച റബ്ബ്. അപ്പോൾ ആരോടും പറയാത്ത വേദന, ആരോടും പറയാത്ത സങ്കടങ്ങൾ ഒക്കെ പറയാൻ പറ്റുന്നത് റബ്ബിൻ്റെ മുന്നിലാണല്ലേ? ഇതേപോലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ എൻ്റേത് കഴിഞ്ഞു പോയതാണ്. അപ്പോഴൊക്കെ എനിക്കൊരു ദുആ പഠിപ്പിച്ച് തന്നിരുന്നത് ഞങ്ങൾ തൊട്ട അയൽവാസി. അവർ അത്യാവശ്യം നല്ല പണക്കാരാണ്. ഇന്നും അവർ ആ ലെവൽ സ്റ്റേജിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് പിന്നെ ദിക്ർ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിധവ ആയിരിക്കുന്ന ആ സ്റ്റേജിൽ ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട്, എന്താ പറയുക, എപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് നിറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരവസ്ഥ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഒരു കുടുംബങ്ങളും ഒന്ന് സാന്ത്വനിപ്പിക്കാൻ തലയിൽ കൈവച്ചിട്ട് പോട്ടെ സാരമില്ല, ഞങ്ങളുണ്ട് കൂടെ നിനക്ക്, അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഒന്ന് പറയാൻ ആരുമില്ലായിരുന്നു. പേരിന് മകളുടെ കല്യാണം, ഒരു മകളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ മകളുടെ മരണത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞത്. ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കിടക്കുന്നു. വാടക വീട്, ഒരു മകന്, അവന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനെ വലുതാക്കണം, അവനെ പഠിപ്പിക്കണം, അവനെ ഒരു സ്ഥാനത്ത് എത്തിക്കണം. വീട്, മക്കളുടെ കല്യാണം കഴിഞ്ഞ ബാധ്യതകൾ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഇത്രയും കാലം ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ് മക്കൾ, ഭർത്താവ്, കുടുംബം അങ്ങനെയുള്ള ഒരു ലെവലിൽ തന്നെ ജീവിച്ചിരുന്നത്.
അതിൽ എല്ലാം നമ്മളെല്ലാം നമ്മളെ മക്കളായിരുന്നു, നമ്മളെ ഭർത്താവായിരുന്നു. ആ ഒരു കൊച്ചു കുടുംബം. അതിൽ നിന്ന് മെയിൻ ഒരാൾ, ഒപ്പമുള്ള ആൾ മാസങ്ങളോളം ഒരേതിൽ കിടപ്പിൽ കിടന്നിട്ടു. പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മാത്രമല്ല നമ്മളെ ആ സമയത്തൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എനിക്ക് ഉണ്ടായില്ല. സത്യം അതാണ്. അങ്ങനെ കരയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് മാസങ്ങളോളം നിന്നിട്ടുണ്ട്. അത് ശരിക്കൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ കുറേ വിഷമം പോയിരുന്നു. പക്ഷെ കരയാനും പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ധരിച്ചിരുന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമുക്കൊരു മന്ദപ്പ് വരുന്ന, നമുക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. എല്ലാം അറിയുന്നു, ഞാൻ എല്ലാം കാണുന്നു, എല്ലാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഒന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ കഴിഞ്ഞു പോയത്. ഇതുപോലൊക്കെയുള്ള സ്റ്റേജ് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഈ ദിക്ർ ആണ് എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എൻ്റെ അയൽവാസി എനിക്ക് വന്നിട്ട് ഇത് പറഞ്ഞു തന്നപ്പം, ഈ ദിക്ർ പറഞ്ഞു തന്നപ്പം ഞാൻ പിന്നെ അത് നാവിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. പല ദിക്റുകളും പല സ്വലാത്തുകളും നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഈ സംഭവം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നു. എനിക്ക് വിജയം എന്ന് പറയാൻ വിജയം തന്നെയാണ്. നിങ്ങൾ മുന്നിൽ കാണിച്ചു തരാനുള്ള വിജയം ഇല്ലെങ്കിൽ പോലും എനിക്കത് വിജയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇന്നെ ഈ സ്റ്റേജിൽ എത്തിച്ചതും റബ്ബാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നാലാളെ മുന്നിൽ എനിക്ക് പറയാനൊരു വിവാഹം കഴിക്കാൻ പറ്റി, ഒരു ഹസ്ബൻഡുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ എനിക്ക് സങ്കടങ്ങളെങ്കിലും പറയാൻ എനിക്കൊരു തുണയായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഇല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ലേ. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിപ്പരുത്തി പറയുന്നില്ല. എനിക്ക് ഇതിങ്ങനെ വന്നപ്പോഴിങ്ങനെ പലരുടെയും വീഡിയോ ഞാൻ കാണാറുണ്ട്, പലരുടെയും സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള ഒരു ദിക്റാണ്. നിങ്ങൾക്ക് അറിയാതിരിക്കാം, പക്ഷെ ഞാൻ പറയുകയാണ്, വീണ്ടും ഞാൻ അത് പറയുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ദിക്ർ എന്നും ഈ ചൊല്ലിക്കോളും. അപ്പോൾ പറയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഹ്ജിർനി ഫി മുസീബത്തി വ അഹ്ലിഫ് ലി ഹൈറം മിൻഹ എന്ന ഒരു ദിക്റായിരുന്നു ഞാൻ ചൊല്ലിയിരുന്നത് കേട്ടോ. അതിൻ്റെ മീനിങ്ങും അറിയാമായിരുന്നു, എനിക്ക് പറഞ്ഞു തന്നിരുന്നവർ. നമ്മൾ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടതിൽ നമ്മൾ വ്യസനിക്കുന്നുണ്ട്. ആ വ്യസനം, ആ വേദന, അതിന് പ്രതിഫലം റബ്ബേ നീ എനിക്ക് തരണേ, ദുനിയാവിലും ആഖിറത്തിലും. അതുപോലെ തന്നെ അതിനേക്കാൾ നല്ലതിനെ നീ എനിക്ക് തരണേ റബ്ബേ എന്നുള്ള ഒരു മീനിങ്ങോടുകൂടെയാണ് ആ ദിക്റുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കി. എന്താണ്, തീർച്ചയായും നിങ്ങൾക്കതിനുള്ള ഒരു പ്രതിഫലം റബ്ബ് തരും. എന്തായാലും ചൊല്ലിയതിന് ദുനിയാവിലും ആഖിറത്തിലും അതിനുള്ള കൂലിയും റബ്ബ് തരും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇങ്ങനെ അസ്ർ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഇന്നിങ്ങനെ പിന്നെ ചൊല്ലി ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ തോന്നിയതാണ് ഒന്ന് നിങ്ങളുമായിട്ട് വീഡിയോ രൂപത്തിൽ ഇതൊന്ന് ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.